വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് വെബ്ഡ് നോട്ടിലൂടെ പഠിക്കാം. അതായത് ഒരു ഫാക്റ്റിൽ നിന്ന് തന്നെ നമുക്ക് കുറേ കാര്യങ്ങൾ, ഒരു 20 ക്വസ്റ്റ്യൻ്റെ അടുത്ത് ഏകദേശം ഇതിൻ്റെ ഉള്ളിൽ കവറാകും. ഓക്കെ, അപ്പം ഫസ്റ്റ് കാര്യം എന്താണെന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഹെയ്ലീസ് നാഷണൽ പാർക്ക്. നമുക്കൊക്കെ അറിയാം, ഏതാണ് ജിം കോർബറ്റ് നാഷണൽ പാർക്ക് എന്ന് നമുക്കറിയാം. ഉത്തരാഖണ്ഡിലെ ഇന്ത്യയിലെ ഒരു ഫേമസ് ആയിട്ടുള്ള നാഷണൽ പാർക്കാണ് ജിം കോർബറ്റ് നാഷണൽ പാർക്ക്. ഇന്ത്യയിലെ ഏറ്റവും വലിയ നാഷണൽ പാർക്ക് ലഡാക്കിലുള്ള ഹെമീസ് നാഷണൽ പാർക്കാണ്. പക്ഷേ ഇന്ത്യയിൽ ആദ്യമായിട്ട് ഫോം ചെയ്യുന്ന നാഷണൽ പാർക്ക് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉത്തരാഖണ്ഡിലെ ജിം കോർബറ്റ് നാഷണൽ പാർക്കാണ്. ഈ ജിം കോർബറ്റ് നാഷണൽ പാർക്ക് ഫോം ചെയ്ത ഇയർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1936 ആണ്. 1936 ഹെയ്ലീസ് നാഷണൽ പാർക്ക് എന്ന പേരിൽ ജിം കോർബറ്റ് നാഷണൽ പാർക്ക് ഫോം ചെയ്തു. അതിനുശേഷം ഈ ജിം കോർബറ്റ് നാഷണൽ പാർക്ക്, ഹെയ്ലീസ് നാഷണൽ പാർക്കിൻ്റെ പേര് പിന്നീട് ജിം കോർബറ്റ് നാഷണൽ പാർക്ക് എന്നായി. അതെങ്ങനെയാണ്? അതായത് ഹെയ്ലീസ് നാഷണൽ പാർക്ക് ആദ്യത്തെ ഉത്തരാഖണ്ഡിൻ്റെ ആ ഒരു ഏരിയ, ഉത്തർപ്രദേശ് ഉത്തരാഖണ്ഡ് ഏരിയ ഭരിച്ചിരുന്ന ഒരു ഗവർണറിൻ്റെ പേരായിരുന്നു, ഒരു ഇംഗ്ലീഷ് ഗവർണറിൻ്റെ. അത് കഴിഞ്ഞിട്ട് ജിം കോർബറ്റ് എന്നൊരു നാച്ചുറലിസ്റ്റിൻ്റെ പേരായിട്ട് സ്വാതന്ത്ര്യം കിട്ടി 10 കൊല്ലം കഴിഞ്ഞ് 10 കൊല്ലത്തിൻ്റെ അടുത്തെത്തിയപ്പം 1956 റീനെയിം ചെയ്യുകയാണ് ചെയ്തത്. അപ്പം 1956 റീനെയിം ചെയ്തത്. 1936 ഹെയ്ലീസ് നാഷണൽ പാർക്ക് 20 കൊല്ലം കഴിഞ്ഞപ്പം ജിം കോർബറ്റ് ആയി. ഇനി നമുക്ക് 36 പഠിച്ചു. 36ൻ്റെ ഇരട്ടി എത്രയാണ്? 36ൻ്റെ ഇരട്ടി 72 ആണ്. അത് ഒരു സംശയമൊന്നും ഇല്ലാത്ത കാര്യമാണ്. അപ്പം 72 ഇയേഴ്സ്, അതായത് 36ൻ്റെ ഇരട്ടി വരുന്ന കൊല്ലം, അതായത് 1972 എന്താ ഉണ്ടായത്? 1972 വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് ഓഫ് ഇന്ത്യ പാസ്സാക്കുന്നത്. ഇത് ഇന്ത്യയിൽ വൈൽഡ് ലൈഫിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള കുറേ ലീപ്പ് സ്റ്റെപ്സ് നടന്നിരുന്ന ഒരു ആക്ട് ആയിരുന്നു ഇത്. വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972 വന്നതോടുകൂടി 1973 പ്രൊജക്റ്റ് ടൈഗറും വന്നു. പ്രൊജക്റ്റ് ടൈഗർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിലെ ടൈഗറിൻ്റെ പോപ്പുലേഷൻ കൺസിഡറബിളി ഡിക്രീസ് ചെയ്യുന്നത്, ഹണ്ടിങ്ങും പോച്ചിങ്ങും ഒക്കെ കാരണം ഡിക്രീസ് ചെയ്തതുകൊണ്ട് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഒരു പ്രൊജക്റ്റ് ടൈഗർ വന്നു. ഈ പ്രൊജക്റ്റ് ടൈഗർ വന്നതോടുകൂടെ തന്നെ ടൈഗറിനെ പല രീതിയിലും പ്രൊട്ടക്റ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 1970 വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് വന്ന് 1 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് പ്രൊജക്റ്റ് ടൈഗർ വന്നത്. അങ്ങനെ ആ ഏപ്രിൽ 1-ാം തീയതിയാണ് ആ പ്രൊജക്റ്റ് ടൈഗർ വന്നത്. ഏപ്രിൽ തന്നെയാണ് ടൈഗറിനെ ഇന്ത്യൻ്റെ നാഷണൽ ആനിമലായിട്ട് സ്ഥിരീകരിച്ചത്. അതുവരെ ലയൺ ആയിരുന്നു ഇന്ത്യൻ്റെ നാഷണൽ ആനിമൽ. അത് മാറ്റി ടൈഗർ ആക്കിയത് ഏത് കൊല്ലാണ്? 1973. അപ്പോൾ 1936 നമ്മൾ പഠിച്ചു, 1972 പഠിച്ചു, 1956 പഠിച്ചു, 1973 പഠിച്ചു. ഒക്കെ കണക്റ്റ് ആയിട്ട് പഠിച്ചതുകൊണ്ട് ഒന്നും മറന്നുപോകില്ല. വെറും ടൈഗർ അല്ല, റോയൽ ബംഗാൾ ടൈഗറാണ് ഇന്ത്യൻ്റെ നാഷണൽ ആനിമൽ. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരാറുണ്ട്, ഏത് വർഷമാണ് നാഷണൽ ആനിമൽ ആക്കിയത്? അപ്പോഴൊക്കെ നമ്മൾ ഈ വെബായിട്ട് ഇങ്ങനെ കണക്റ്റ് ആയിട്ട് പറയാൻ പറ്റും. ഇതുപോലെ 6 ഷെഡ്യൂൾസ് ഉണ്ട് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിന്. അതെന്തുകൊണ്ടാണ് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കണ്ടപ്പോഴാണ് ഇതിലേക്കൊക്കെ വന്നത്. അതിൽ എന്തായിരുന്നു ക്വസ്റ്റ്യൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 6 ഷെഡ്യൂളിൽ ഫസ്റ്റ് ഷെഡ്യൂൾ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ടിൽ ഏത് സ്പീഷീസിനെ കുറിച്ചാണ് പറയുന്നതെന്നാണ്. അപ്പോൾ അത്രയ്ക്ക് ഡെപ്തായിട്ടൊക്കെ SSC ചോദിച്ചു തുടങ്ങി. അപ്പോൾ നമ്മൾ ഈ 6 ഷെഡ്യൂൾസ് ഒന്ന് പഠിച്ചു വയ്ക്കാം. അതായത് ഫസ്റ്റ് ഷെഡ്യൂൾ എൻഡേഞ്ചേർഡ് സ്പീഷീസ്. എൻഡേഞ്ചേർഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ED എന്ന് വെച്ച് പഠിച്ചു വയ്ക്കാം. സെക്കൻഡ് സ്പെഷ്യലി പ്രൊട്ടക്റ്റഡ് സ്പീഷീസ് ഫ്രം പോച്ചിങ്, സ്പെഷ്യൽ പ്രൊട്ടക്റ്റഡ് പോച്ചിങ്, അപ്പോൾ SP എന്ന് പഠിച്ചു വയ്ക്കാം. അപ്പം EDയും പഠിച്ചു, SPയും പഠിച്ചു. ED നമുക്കറിയാം ഒരു അന്വേഷണ ഏജൻസിയാണ്. അതുപോലെ തന്നെ SP എന്ന് പറഞ്ഞാൽ ഒരു പോലീസ് റാങ്ക് ഉദ്യോഗസ്ഥനാണ്. ഓക്കെ, SP. EDയും പഠിച്ചു, SPയും പഠിച്ചു. നോൺ എൻഡേഞ്ചേർഡ്, അതുപോലെ വെർമിൻ സ്പീഷീസും ഫോർബിഡൻ സ്പീഷീസും. ഓക്കെ, അപ്പം നമ്മൾ ഫസ്റ്റ് ഷെഡ്യൂള്, സെക്കൻഡ് ഷെഡ്യൂള് നോൺ ED ആയതുകൊണ്ട് 3rd-ഉം 4th-ഉം നോൺ ED മൊത്തത്തിൽ. അതുപോലെ ഇത് 5th വെരിഫൈഡ് ആയതുകൊണ്ട് V വെരിഫൈഡ്, ഇത് 6th. ഓക്കെ, അപ്പം 6 ഷെഡ്യൂളും പഠിച്ചു. ഇത് നമ്മൾ എങ്ങനെയാണ് കോഡ് പോലെ പഠിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ EDയും SPയും വന്നിട്ട്, അതായത് നമ്മളൊരു കേസ് നടന്നു കഴിഞ്ഞാൽ ആദ്യം ED വരും, പിന്നെ SP വരും, പിന്നെ നോൺ ED വരും. അതായത് സാധാരണയുള്ള ഓഫീസുകാരൊക്കെ, അത് കുറേ ആൾക്കാരിലുകൊണ്ടാണ് 2 ഷെഡ്യൂളായിട്ട് വരുന്നത്. എന്താ ചെയ്തത്? വെരിഫൈ ചെയ്തു. എന്തോ വെരിഫൈ ചെയ്തു. അപ്പം വെരിഫൈ എന്നുള്ളതും 5, 6 ആയിട്ട്. അപ്പം അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കാം. ജസ്റ്റ് ഒരു കോഡ് പറഞ്ഞതാണ്, കാരണം എക്സാമിന് നമുക്ക് എന്താ എപ്പോഴാണ് മനസ്സിൽ വരിക എന്ന് പറയാൻ പറ്റില്ല. അപ്പം ഇത്രയൊക്കെയാണ് ഈ ഒരു വെബ് നോട്ടിലൂടെ എക്സ്പ്രസ് ചെയ്തത്. അപ്പം നമ്മൾ നാഷണൽ പാർക്കിൻ്റെ ഇയർ വെച്ചിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചു.